പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുനാഥന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൃദയ വിശാലതയുള്ളവരായിരിക്കുക എന്നതിനെ കുറിച്ചാണ്. യേശുനാഥൻ തന്റെ പ്രബോധനത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൽ 40 മുതലുള്ള തിരുലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിന്റെ മേലങ്കി കൂടി വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: കുലീനൻ കുലീനമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഉത്തമൻ ഉത്തമമായവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ദൈവത്തിന്റെ പൈതൽ കുലീനമായ മാർഗത്തിലൂടെ നടക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം. അവൻ ഉദാര മനസ്കനായിരിക്കണം, അവൻ ഹൃദയവിശാലതയുള്ളവനായിരിക്കണം, ഔദാര്യം അവന്റെ മുഖമുദ്രയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഉദാരമതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവിക വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ശക്തി പ്രവഹിച്ചതിന്റെ ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ കത്തെഴുതുന്നത് കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി എന്ന സ്ഥലത്ത് നിന്നാണ്. എന്റെ പേര് ജെസി. എന്റെ മകനും ഞാനും അല്പം പിണക്കത്തിലായിരുന്നു. ഞാൻ പള്ളിയിൽ പോകാനും മറ്റുമായി അവനെ നിർബന്ധിക്കും. അതുകൊണ്ട് അവന് എന്നോട് വെറുപ്പായിരുന്നു. ഒരു ഞായറാഴ്ച എന്നോടുള്ള വെറുപ്പും വാശിയും നിമിത്തം പള്ളിയിൽ പോകാതെ പിണങ്ങിയിരുന്നു. ഞാൻ മാനസികമായി വളരെ വിഷമിച്ചു. അന്ന് രാത്രിയിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞാൻ ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരോടും ചേർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ മോന്റെ പിണക്കം മാറാനും പരിശുദ്ധാത്മാവ് നിറയാനും വേണ്ടി പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ അവൻ പുറത്തുനിന്ന് എവിടുന്നോ അവൻ കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അമ്മയോട് പിണക്കമില്ല, ഞാൻ പള്ളിയിൽ പോകാം, ഞാൻ അമ്മ പറയുന്നത് അനുസരിക്കാം. ആ നിമിഷം ഞാൻ എന്റെ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ എന്നും ഓർക്കും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ജീവിതത്തിലെ ഒരു സങ്കീർണമായ സാഹചര്യത്തിലൂടെ ഈ അമ്മ കടന്നു പോവുകയായിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കുടുംബത്തിലെ സങ്കീർണമായ അവസ്ഥയിലേക്ക് അത്ഭുതകരമായ പരിശുദ്ധാത്മ പ്രവാഹം ഉണ്ടായി. അവസ്ഥ ദൈവം വ്യത്യാസപ്പെടുത്തി. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: കർത്താവെ, അങ്ങയുടെ അരൂപി അയക്കുക, ഭൂമുഖം നവീകരിക്കപ്പെടും, എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ക്രമരഹിതമായത് ക്രമപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുലിഖിതത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിറഞ്ഞു. ദൈവമായ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തികളിൽ, ആ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വെണ്ണിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാൻ അഭിഷേകാഗ്നി പരിപാടി സമയം കിട്ടുമ്പോഴൊക്കെ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഓരോരുത്തർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ, കത്തുകളിലൂടെയും നേരിട്ടും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 2008 ഫെബ്രുവരി മാസത്തിലെ അഭിഷേകാഗ്നിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എന്റെ മകന്റെ വേദന സമർപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് നിവർത്തിച്ചു തന്നാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ആ വർഷം തന്നെ എന്റെ മകൾ ഗർഭിണിയായി. ഇന്ന് അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ് 4 വർഷമായി മക്കളില്ലാതെ പല ചികിത്സകളൊക്കെ ചെയ്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് നിരവധി കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ വർഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ ശ്രവിച്ചത്. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ആ പ്രോഗ്രാമിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന്, പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളോട് ചേർന്ന്, പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന്, സഭയോട് ചേർന്ന് ഇവരും പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ട് കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷം ഇവര് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമായി തുടർന്ന് ദൈവം അവരുടെ കുടുംബത്തിൽ മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കുക. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ഹൃദയം ദൈവമായ കർത്താവിലേക്ക് ഉയരട്ടെ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. മത്തായി 18:19, മാർക്കോസ് 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. യോഹന്നാൻ 14:14, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. മക്കളെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ചെറിയവരും വലിയവരും അടങ്ങുന്ന ഒരു വലിയ പറ്റം ദൈവമക്കൾ ഇതാ അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ട്, യുവതിവാക്കന്മാരുണ്ട്, പ്രായമായവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, രോഗികളുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ ഒട്ടും കഴിയാത്തവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഓ ദൈവമേ, ഈ ജനതയെ മുഴുവന്റെയും എല്ലാ വേദനകളും സഭയുടെ പ്രാർത്ഥനകളോട് ചേർത്ത്, വിശുദ്ധന്മാരുടെ സൽകൃത്യങ്ങളോട് ചേർത്ത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിത യാഗത്തോട് ചേർത്ത്, യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയോട് ചേർത്ത് ദൈവമായ കർത്താവെ അങ്ങയുടെ തിരുസന്നിധാനത്തിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ സ്പർശിക്കണമേ. രോഗികളുടെ മേൽ അങ്ങയുടെ കരങ്ങൾ ഇപ്പോൾ തൊടണമേ കർത്താവെ. ഓ കൈകൾ കൊണ്ട് തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവെ. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, തകർന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിദ്യാർത്ഥികളെ സ്പർശിക്കണമേ കർത്താവെ. തകർന്ന മനസ്സുമായി നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മനം തകർന്നുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ അങ്ങയുടെ സ്പർശനമേറ്റ് സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. ഓ ദൈവമേ, എല്ലാവിധത്തിലും നഷ്ടപ്പെട്ട് സാമ്പത്തികമായും ആത്മീയമായും ശാരീരികമായും തളർന്നുകൊണ്ടിരിക്കുന്ന അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് തിന്മയുടെ കെട്ടുകൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് തിന്മകളും തകർച്ചകളും പരാജയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കാതെ മനോവിഷമത്തോടെ കരയുന്ന ഓരോ മകനെയും മകളെയും ഓ യേശുവേ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഓ സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഇത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഔദാര്യശീലം, ഹൃദയ വിശാലത, ഇത് ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ മലബാറിലുള്ള ഒരു നാടൻ പ്രദേശത്ത് ഒരു മലയിടുക്കിൽ ഒരു കൊച്ചു കുടുംബത്തിൽ പ്രവേശിച്ച് അവിടെ കുടുംബം മുഴുവൻ കണ്ണുനീരിൽ ആണ്ട് കിടക്കുക, വിഷമിച്ചിരിക്കുകയാണ്. എന്താണ് കാര്യം? കൂടപ്പിറപ്പുകൾ വീട്ടിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. കുടുംബത്തിലെ മുതിർന്ന ഒരു കൂടപ്പിറപ്പ്, മുതിർന്ന ചേട്ടൻ പാർട്ടീഷൻ കഴിഞ്ഞ് അനിയന് കൊടുത്ത സ്ഥലത്തിൽ 2 നിര റബ്ബറും കൂടെ ചേട്ടന് കിട്ടാവുന്ന വിധം അതിർത്തി കല്ല് മാറ്റിയിട്ടിരിക്കുകയാണ്. അതിനെ പ്രതി വലിയ അംഗം വെട്ടാൻ ആ കുടുംബം തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ തമ്മിൽ ഗ്രൂപ്പ് തിരിഞ്ഞു. അപ്പൻ ചില ഭാഗത്ത്, അമ്മയൊരു ഭാഗത്ത്, വേണ്ട പ്രശ്നം. ആ സമയത്താണ് ഞാൻ അവിടെ അറിയാതെ ചെന്ന് പെടുന്നത്. ഈ രംഗങ്ങളും ഇവരുടെ വാശിയും, ഇവരെങ്ങനെ വിട്ടാൻ പറ്റില്ല, പണ്ട് തൊട്ട് ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇവൻ അല്ലെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും കുറ്റാരോപണങ്ങളും വെറുപ്പും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നു. ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഗുരുനാഥൻ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? അംഗം വെട്ടാനാണോ നമ്മുടെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 40-ാം വാക്യത്തിൽ നമ്മുടെ യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്?
നമ്മുടെ അവകാശം വിട്ടുകളയാൻ വേണ്ടിയല്ലേ ഒരു ദൈവ പൈതൽ സ്വന്തം അവകാശത്തെ തമ്പുരാനെ ഓർത്ത് വിട്ടുകളയണം. ഒരു ദൈവ പൈതൽ സ്വന്തം അവകാശത്തെ വിട്ടുകളയണം. അപ്പോൾ അവര് അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40-ാം വാക്യം അവരോട് പറഞ്ഞു, നിന്നോട് വ്യവഹരിച്ചു നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിന്റെ മേലങ്കി കൂടി നീ കൊടുക്കണം. ഇതാണ് യേശുനാഥന്റെ കൽപ്പന. അങ്ങനെ കൊടുത്താൽ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യം, ഒരാൾ ഉദാരമായി നൽകിയിട്ടും അവൻ കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി കൊടുക്കുന്നവൻ സമ്പന്നനാകും. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, എന്റെ മകനെ, നിന്റെ 2 നിര റബ്ബർ പോയി. 2 നിര റബ്ബർ മരങ്ങള് നിന്റെ ചേട്ടനല്ലേ എടുത്തത്, നിന്റെ കൂടപ്പിറപ്പല്ലേ എടുത്തത്. നീ സാരമില്ല, അത് നിന്റെ അവകാശം നീ വിട്ടുകൊടുക്ക്. നിന്റെ അവകാശം നീ വിട്ടുകൊടുത്താൽ നിന്റെ ദൈവം നിന്നെ സമ്പന്നനാക്കും. നിന്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ചേട്ടനേക്കാൾ നിന്റെ ദൈവം നിന്നെ ഉയർത്തും. ഈ നാട്ടിലുള്ള പലരേക്കാൾ നിന്റെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ ദൈവം നിന്നെ സമ്പന്നതയിൽ, സമ്പത്തിൽ, ഉയർച്ചയിൽ, അഭിവൃദ്ധിയിൽ നിന്റെ ദൈവം നിന്നെ നടത്തും. നീ മനസ്സാകുന്നെങ്കിൽ നിന്റെ ഭാവി തെളിയാനുള്ള അടിസ്ഥാന കല്ലാണിത്. നീ വിശ്വസിച്ച് നീ പ്രവർത്തിക്കുക. ആ ചെറുപ്പക്കാരൻ അത് അംഗീകരിച്ചു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛൻ അങ്ങനെയാണ് പറയണമെങ്കിൽ എന്നാ ശരി, ഞാൻ ഇനി ഒന്നിനും പോണില്ല. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വചനത്തെ ഓർത്ത് 2 നിര റബ്ബർ മരങ്ങള് കൂടപ്പിറപ്പിന് വിട്ടുകൊടുത്ത്. ആ വഴക്ക് അവിടെ അവസാനിച്ചു. പിന്നെ കോലാഹലങ്ങളെല്ലാം കെട്ടടങ്ങി. ഹല്ലേലൂയ. പിന്നെ കുറെ നാൾ ചെന്നപ്പോൾ ഇവർ തമ്മിൽ വലിയ സ്നേഹത്തിലിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ 2 നിര റബ്ബർ മരങ്ങൾ കൂടപ്പിറപ്പിന് വേണ്ടി വിട്ടുകൊടുത്ത് യേശുക്രിസ്തുവിന്റെ വചനത്തെ കാത്തു സൂക്ഷിച്ച ആ പൈതലിന്റെ ജീവിതം ഉയർച്ചയോട് ഉയർച്ച. ആ പൈതല് ഒരു നല്ല ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഒരു നല്ല ഭവനം റോഡ് സൈഡ് തന്നെ, ഹൈവേ സൈഡ് തന്നെ ഒരു നല്ല ഭവനം കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തു. ഭൂമിക്ക് വേണ്ടി ആഗ്രഹിച്ചു. നല്ല ചങ്കായ ഭൂമി, നല്ല ഭൂമികൾ, നല്ല പറമ്പ് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അവൻ ഉയർന്ന് നല്ല സന്തോഷത്തോടെ, സമൃദ്ധിയിൽ, സാമ്പത്തികമായി നല്ല സ്ഥിതിയിൽ ഇന്ന് പാലക്കാട് ജില്ലയിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, കർത്താവിന്റെ വചനം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയെ ഉദ്ദേശിച്ചുകൂടെയാണ്. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിന്റെ മേലങ്കി കൂടെ വിട്ടുകൊടുക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. അബ്രാഹവും ലോത്തും ഇതാ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നെഗേബിൽ എത്തിച്ചേർന്നു. നോക്കുക, 2 കൂടപ്പിറപ്പുകൾ, 2 സഹോദരങ്ങൾ, ചേട്ടാനിയന്മാര് നല്ല സ്നേഹത്തിൽ ഒരുമിച്ച് നടക്കുകയാണ്. ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ചിന്തിക്കുന്നു, ഒരുമിച്ച് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് പോയപ്പോൾ കർത്താവ് എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത്? കൂടപ്പിറപ്പുകൾ ഒന്നിച്ചു പോയപ്പോൾ ഇതാ ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, അവർ വലിയ ധനികന്മാരായി മാറി. അതാണ് 5 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലി കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നോക്കുക, 2 ദൈവമക്കൾ ഒന്നിച്ചു നടന്നപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ച് ഒരു ദേശം അവർക്ക് താമസിക്കാൻ തികയാത്ത അത്ര സമ്പത്ത് അവർക്കുണ്ടായിരുന്നു. അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഇങ്ങനെ സമ്പത്തിന്റെ കൊടുമുടി നിൽക്കുന്ന സമയത്ത് ഇതാ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും വേലക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശ. ഇത് അബ്രാഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അബ്രാഹാം കുറെ നാളത് ഗവനിച്ചില്ലെങ്കിലും പിന്നീട് അത് മൂർച്ഛിച്ചു വന്നപ്പോൾ ഒരു ദിവസം അബ്രാഹാം ലോത്തിനെ വിളിച്ചു. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കൂടപ്പിറപ്പുകളാണ്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ തമ്മിലും നമ്മുടെ വേലക്കാർ തമ്മിലും ഒരിക്കലും കലഹം ഉണ്ടാകരുത്. ഇത് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തമ്മിലും നമ്മുടെ വേലക്കാർ തമ്മിൽ പോലും ഒരിക്കലും കലഹം ഉണ്ടാകരുത്. അതുകൊണ്ട് നമുക്കിനി മുന്നോട്ട് സ്നേഹത്തിൽ ജീവിക്കണം. സമ്പത്തും പണവും സമ്പത്തും അല്ല പ്രധാനപ്പെട്ടത്, നമുക്ക് സ്നേഹത്തിൽ ജീവിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും, ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും, എന്നാൽ നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും.
അതുകൊണ്ട് അബ്രാഹാം പറഞ്ഞു, നമുക്ക് സ്നേഹത്തിൽ ജീവിക്കണം, നമുക്ക് ഐക്യമാണ് പ്രധാനപ്പെട്ടത്, പണമല്ല പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നമുക്കൊരു ക്രമീകരണം വരുത്തണം. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക. നിനക്ക് വലത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നീ വലത്ത് വശത്ത് കാണുന്നതെല്ലാം നീ എടുത്തുകൊള്ളുക. നിനക്ക് ഇടത്തോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നീ ഇടതുവശത്ത് കാണുന്നതെല്ലാം എടുത്തുകൊള്ളുക. നിനക്ക് കിഴക്കോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നീ അതെടുത്തുകൊള്ളുക. പടിഞ്ഞാറോട്ട് പോകാനാണ് ആഗ്രഹമെങ്കിൽ നീ അതെടുത്തുകൊള്ളുക. നിനക്ക് ഇഷ്ടമുള്ള ഭാഗം നീ എടുത്തുകൊള്ളുക. നീ എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. നോക്കി, എത്രയോ വലിയൊരു ഹൃദയമാണത്. വേണമെങ്കിൽ ഇങ്ങനെ അബ്രാഹത്തിന് ചിന്തിക്കാം, എന്നെയാണ് ദൈവം വിളിച്ചത്, ഞാനാണ്, എന്നോടുള്ള ദൈവത്തിന് ഇഷ്ടം കൊണ്ടാണ് ഇപ്പൊ ഈ സമ്പത്തൊക്കെ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ബാക്കിയുള്ള ഇന്ന സ്ഥലത്ത് നീ അങ്ങോട്ട് താമസിച്ചാൽ മതി പറയായിരുന്നു. നീ എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നയാളാണ്, ദൈവം എന്നെ വിളിച്ചത്, ഞാനാണ് ഇതിന്റെ എല്ലാം കാരണം, ഈ ഉയർച്ചയുടെ എല്ലാം കാരണം ഞാനാണ്, അതുകൊണ്ട് നീ എന്റെ കൂടെ ഒതുങ്ങി നിന്നോളം പറയാമായിരുന്നു. എന്നാൽ അബ്രാഹാം ഒന്നും പറഞ്ഞില്ല. അബ്രാഹാം മേന്മ ഭാവിച്ചില്ല, അബ്രാഹാം മേനി ഭാവിച്ചില്ല, അബ്രാഹത്തിന് അവകാശവാദങ്ങളൊന്നുമില്ല. സ്വന്തം അവകാശത്തെ വിട്ടുകളയുന്ന ദൈവ പൈതലിനെയാണ് ഇവിടെ കാണുന്നത്. അബ്രാഹാം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ആദ്യം നീ എടുക്കണം, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. നീ ഇഷ്ടം പോലെ എടുത്തോ, പിന്നെ ബാക്കിയുള്ളത് നീ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട, നീ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. എന്തൊരു വലിയ ഹൃദയം, എന്തൊരു തുറന്ന മനസ്സ്, ഉദാരമായ ഹൃദയം, ഔദാര്യശീലം. പ്രൈസ് ദി ലോർഡ്. ലോത്ത് നോക്കി. എന്നാൽ ലോത്തിന് വേണമെങ്കിൽ തിരിച്ചു പറയാം, ചേട്ടാ നമുക്കിങ്ങനെ പേർപിരിയാൻ പാടില്ല, നമ്മൾ ഒന്നിച്ച് വന്നവരല്ലേ, നമ്മൾ ഒന്നിച്ച് നടക്കാനുള്ളവരല്ലേ, നമ്മൾ ദൈവം അനുഗ്രഹിച്ച കുടുംബങ്ങളല്ലേ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നൊന്നും ലോത്ത് പറയാൻ നിന്നില്ല. ലോത്ത് വേഗം നോക്കി, എവിടെയാ നല്ല സ്ഥലം, എവിടെയാണ് നല്ല ഭൂമി, എവിടെയാണ് വെള്ളമുള്ളത്, എവിടെയാണ് പുഴയുള്ളത്, എവിടെയാണ് മേച്ചിൽപ്പുറങ്ങളുള്ളത്, എവിടെയാണ് നല്ല കൂടാരങ്ങൾ കട നിരന്ന ഭൂമി. അങ്ങനെ നോക്കി നോക്കി ലോത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പ്രദേശങ്ങൾ, ഏറ്റവും നല്ല താഴ്വാരങ്ങൾ, ഏറ്റവും നല്ല ഫലഭൂഷ്ടമായ പ്രതലങ്ങൾ, സമതലങ്ങൾ ലോത്ത് തെരഞ്ഞെടുത്തു. ലോത്ത് പറഞ്ഞു, ഇതാ ഈ സമതലങ്ങളെല്ലാം ഞാൻ എടുത്തുകൊള്ളാം. അങ്ങനെ സോദോം ഗൊമോറ പ്രദേശങ്ങളെല്ലാം ലോത്ത് സ്വന്തമാക്കിയെടുത്തു. ലോത്ത് ആ ഭാഗത്തേക്ക് പോയി. അബ്രാഹാം പറഞ്ഞു, ശരി, ഞാൻ ബാക്കിയുള്ളത് ഭാഗത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ അബ്രാഹാം ലോത്തിന് ഇഷ്ടമുള്ള പ്രദേശങ്ങളെല്ലാം ലോത്തിന് വിട്ടുകൊടുത്തിട്ട് അബ്രാഹാം ലോത്തിന് താല്പര്യമില്ലാതിരുന്ന മറുഭാഗത്തേക്ക് അബ്രാഹാം പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് അബ്രാഹത്തോട് ഇടപെടുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതാണ് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതലുള്ള തിരുലിഖിതങ്ങൾ. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അതെല്ലാം നിനക്ക് ഞാൻ തരും. നോക്കുക, എന്തൊരു വലിയൊരു അനുഗ്രഹം, എന്തൊരു വലിയ സ്നേഹം, എന്തൊരു വലിയ ഇടപെടല്. ദൈവം ഇടപെടുകയാണ്. ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക, നിനക്ക് എത്രത്തോളം നടക്കാം, നീ നെടുകയും കുറുകയും നടക്കുക. നീ നടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും. നീ നടക്കുന്ന കാര്യങ്ങളെല്ലാം, നീ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരും. ദൈവ അബ്രാഹത്തോട് അത്രയും ഔദാര്യത്തോടെ ഇടപെടുകയാണ്. സഹോദരങ്ങളോട് ഉദാര മനസ്സോടെ ഇടപെട്ടാൽ, സഹോദരങ്ങളോട് ഔദാര്യ മനസ്സോടെ ഇടപെട്ടാൽ ദൈവം അതുപോലെ ഉദാരതയോടെ എന്നോടും നിങ്ങളോടും ഇടപെടും എന്നുള്ളത് സുവിശേഷ വചനമാണ്. റോമാലേഖനത്തിൽ ശ്ലീഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ റോമാലേഖനം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മയെ ഉദ്ദേശിച്ച് അവന്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം. ഒരു വഴക്കുണ്ടാകുമ്പോൾ, ഒരു വാശിയുണ്ടാകുമ്പോൾ, ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി പടവെട്ടാനുള്ളവരല്ല നമ്മള്. നമ്മുടെ അവകാശത്തിന് വേണ്ടി കോടതി കയറാനുള്ളവരല്ല നമ്മള്. പടവെട്ടലും വെട്ടിപ്പിടിക്കലും അവകാശം സ്ഥാപിക്കലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, എന്താണ് സുവിശേഷം നമുക്ക് നൽകുന്ന നിർദ്ദേശം? കർത്താവിന്റെ സുവിശേഷം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഉദാര മനസ്സുള്ളവരായിരിക്കണം. കർത്താവിനെ പ്രതി സ്വന്തം അവകാശത്തെ വിട്ടുകളയണം. അപ്പോൾ കർത്താവ് ഔദാര്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമ്മളെ നടത്തും അഭിവൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക്. ഇന്നൊരു പക്ഷേ ഇന്ന് ഞാനും നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന്റെ പിന്നില്, ഇന്ന് ഞാനും നിങ്ങൾ ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ പിന്നില് ഒരുപക്ഷെ ഇന്നലകളിലെ പിശുക്ക്, ഇന്നലകളിൽ ഔദാര്യമില്ലാതെ പെരുമാറിയത്, ഇന്നലകളിലെ കടുംപിടുത്തം, ഇന്നലകളിലെ പിടിവാശി, ഇന്നലകളിലെ മർക്കടമുഷ്യ സ്വഭാവം, ഇന്നലകളിലെ ധാർഷ്ട്യം, ഇതെല്ലാം ഇന്ന് എന്റെയും നിങ്ങളുടെ ഉയർച്ചയുടെ തടസ്സമായി
ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളോ പാപങ്ങളോ ആയിരിക്കാം. ഈ നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഹൃദയ വിശാലതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ സ്വാർത്ഥതയും അവിടുന്ന് തകർത്ത് കളയണമേ. എല്ലാ അടഞ്ഞിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. ഹൃദയ വിശാലത തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹൃദയവിശാലതയില്ലാതെ, ഔദാര്യമില്ലാതെ, കടുംപിടുത്തത്തോടെ, പിശുക്ക് സ്വഭാവത്തോടെ, ധാർഷ്ട്യത്തോടെ മറ്റുള്ളവരെ ഞെരുക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും പടവെട്ടി പരസ്പരം നശിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പോൾ അതിന്റെ തിന്മകൾ, അതുവഴിയുള്ള ദുഷ്ടാത്മ സേനകൾ, അതുവഴിയുള്ള ഉപദ്രവങ്ങൾ, പൈശാചിക പീഡകൾ ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അത്ഭുതങ്ങളുടെ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്ന് അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. കുടുംബങ്ങളിൽ നിന്ന് ദുർപീഡകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ് ഭാവമേ, കനിവിന്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്? നിങ്ങൾ പരസ്പരം അസൂയപ്പെടുകയും കൊല്ലുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നില്ല. അതിനാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഹൃദയ വിശാലതയില്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. യേശുവേ, അവിടുത്തെ സ്പർശനങ്ങൾ നൽകി അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ ഓരോ കുടുംബങ്ങളെ സ്പർശിച്ചുണർത്തണമേ. വഴക്കിലും തമ്മിൽ കലഹങ്ങളിലും തമ്മിൽ വൈരാഗ്യത്തിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ആത്മാവ് ഇപ്പോൾ പ്രവഹിക്കട്ടെ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി യേശുക്രിസ്തുവിന്റെ നാമത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്നേഹത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. വഴക്കുകൾ, തമ്മിൽ വൈരാഗ്യങ്ങൾ, തമ്മിൽ പിണക്കങ്ങൾ, തമ്മിൽ കൊതിക്കുറവുകൾ, എല്ലാ വിപരീത ശക്തികളും അന്ധകാര പീഡകളും ജീർണ ശക്തികളും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ വിശാലത ആത്മാവ് വ്യാപരിക്കട്ടെ. ഐക്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഔദാര്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. വിശാല ചിന്തയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കൂട്ടുവേണം നിന്റെ സ്നേഹബലം.
പേര് മേരിന്ന്. ഇന്നത്തെ പ്രഭാതം കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയില് ഒരു മുഴ എന്റെ ഉണ്ടായിരുന്നു. 10-25 കൊല്ലം. 10-25 വർഷമായിട്ട് ശരീരത്തിന് ഏത് ഭാഗത്താണ് മുഴയുണ്ടായിരുന്നത്? ഇവിടെ വയറ്റില്, വയറിന്റെ താഴ്ഭാഗത്തായിട്ട് 25 വർഷം ശരീരത്തിന് മുഴയുണ്ടായിരുന്നു. അത് ഇപ്പൊ ആ പ്രാർത്ഥനയില് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, മുഴ മാറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട 25 വർഷമായിട്ട് വയറിന്റെ ഈ ഭാഗത്ത് അടിഭാഗത്തിന് മുഴയുണ്ടായിരുന്നു. ഒരൊറ്റ സ്തുതിപ്പിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഹല്ലേലൂയ. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. അതിനാൽ മുഖത്തൊക്കെ നോക്കി സന്തോഷത്തോടെ സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്.